കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്നൊരു വീഡിയോ ആണിത്. ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് CBSE നമ്മളോട് പറയാതെ പറയുന്ന കുറേ സത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാർ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള റിയാക്ഷൻ കമൻസ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കുറേ കമൻസ് സാർ വായിക്കുകയുണ്ടായി. കുട്ടികളെ പേടിപ്പിക്കുകയാണോ, ഐ വിൽ ഗോയിങ് ടു ഫ്രൈ CBSE അല്ലെങ്കിൽ CBSE റെഡിയാക്കിയവനെ കൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാറിന് ഫീൽ ചെയ്തു. അതായത് ഹാർഡായിരിക്കും 2026 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്കാഡമിക് ഇയറിലെ എക്സാം, CBSE 10ന്റെ എക്സാം ഹാർഡായിരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടാണ് സാർ അവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫാക്ട്സ് പറയുമ്പോൾ ഒരിക്കലും പേടിപ്പിക്കലല്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. CBSE നമ്മളോട് പറയാണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് വിചാരിച്ച് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇന്ന് സാർ നിങ്ങളോട് പറയാണ്, കുറേ പേർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി സാർ പറയാണ്, CBSE 2026 എക്സാം ഗോയിങ് ടു ബി ദ ഈസിയസ്റ്റ് എക്സാം എവർ. ഇങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് 98% മാർക്ക് കിട്ടും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വേറൊന്നുമല്ല സാറ് പറയണത്, ഇതൊരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കരുതണം. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 4 മാസം ഒരു 3 മാസം മുന്നിലുണ്ടായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് സാർ ഒരു ചെറിയൊരു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോ ആണെന്ന് തന്നെ ഡിസ്ക്ലൈമർ തന്നിട്ട് പറയണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് എല്ലാവർക്കും കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഒരു സർട്ടൻ പീപ്പിൾ മാത്രം അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കേൾക്കുന്ന CBSE 10ൽ പഠിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. സാർ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള CBSE എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡിനെ സാർ വിശ്വസിക്കുന്നില്ല, പക്ഷേ സാർ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അത് നിങ്ങളാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ CBSE ബട്ട് ഐ ബിലീവ് ഇൻ യു. ഓക്കെ, ആ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ സ്വന്തം തോന്നി തുടങ്ങണം. സാറിന് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരും, ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ, ഇത് കാണുന്ന ആരായിക്കോട്ടെ, CBSE 10ൽ പഠിക്കുന്ന ആരും ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സാറിന് വിശ്വാസമുണ്ട്. ഓക്കെ, ആ വിശ്വാസം നിങ്ങൾ കീപ്പ് ചെയ്യുക. CBSE ബോർഡിൽ സാറിന് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. അവർ കാലങ്ങളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിന് സാറിന് വിശ്വാസമില്ല. പക്ഷെ നിങ്ങളിടുന്ന എഫേർട്ടിന്, നിങ്ങളിടുന്ന ഹാർഡ് വർക്കിൽ സാറിന് വിശ്വാസമുണ്ട്. ഓക്കെ, ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹാർഡ് വർക്ക് ബീറ്റ്സ് നെപ്പോട്ടിസം. സാർ എന്താ നെപ്പോട്ടിസം എന്നൊക്കെ ഇവിടെ പറയാൻ കാരണം, നെപ്പോട്ടിസം വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് മക്കളെ, ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് മാത്രമേ CBSEയിൽ നല്ല മാർക്ക് കിട്ടൂ എന്നൊന്നുമില്ല. ഇനിയുള്ള കുറച്ച് മാസങ്ങൾ, ഇനിയുള്ള 3-4 മാസങ്ങൾ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും 98% കിട്ടാൻ. നിങ്ങളെ കൊണ്ടും ആവും 98% വാങ്ങിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇനിയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇപ്പോൾ ടെൻഷൻ അടിച്ച് ബേജാറായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ, നിങ്ങളിനിപ്പോൾ വീഡിയോ കാര്യങ്ങളും ആയിരക്കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, മോട്ടിവേഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ കിട്ടും. പക്ഷേ അതിലൊന്നും അല്ല കാര്യം. നിങ്ങൾ സ്വയം വിശ്വസിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ, മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 98%. അപ്പോൾ 98% കിട്ടാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ സാറിന് ചോദിച്ചാൽ സാറിന് സത്യമായിട്ട് അറിയില്ല മക്കളെ. പക്ഷേ ഒരൊറ്റ വഴി സാറിന് മുന്നിൽ തെളിയുന്നതുള്ളൂ, നിങ്ങളെ വർക്ക്, നിങ്ങളെ ഹാർഡ് വർക്ക്, നിങ്ങളിടുന്ന എഫേർട്ട്, അതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അത് 112% സാറിന് ഉറപ്പ് പറയാൻ പറ്റും. വിരാട് കോഹ്ലി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സക്സസ് ഡസൻ ടീച്ച് യു എനിത്തിങ് ബട്ട് ഫെയിലിയേഴ്സ് ഡു എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ 10, 20, 30, 40 തവണ നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞവരുണ്ടാവും. അതൊന്നുമല്ല കാര്യം. നിങ്ങൾ സക്സസ്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാത്സിലും സോഷ്യലിനൊക്കെ ഫുൾ മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അടുത്ത എക്സാമിന് നിങ്ങൾ ചിലപ്പോൾ ഫുൾ മാർക്ക് മേടിച്ചേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊന്നും പഠിക്കാനില്ല പുതുതായിട്ട്. ബട്ട് ഫെയിലിയേഴ്സിൽ അങ്ങനെയല്ല. ഫെയിലിയേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ ഫെയിലിയേഴ്സ് എന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്തു, ഇനി നിങ്ങൾ സക്സസ് എന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. ഓക്കെ, ആ സക്സസ് എന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. ഓക്കെ, അത് നിങ്ങൾക്ക് അതിൻ്റെ കിട്ടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ നിന്ന് കിട്ടും മുട്ടായി ആണെങ്കിലും, നിങ്ങളിപ്പോൾ ജയിച്ചു നിങ്ങൾ കൊടുക്കുന്ന മുട്ടായി ആണെങ്കിലും, നിങ്ങൾക്ക് കിട്ടുന്ന മുട്ടായി ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. നിങ്ങൾ ഡെയിലി മുട്ടായി കഴിക്കുന്നവരായിരിക്കും, പക്ഷേ സക്സസ് കഴിഞ്ഞിട്ട് CBSE 10 പാസ്സായിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് അവരിൽ കിട്ടുന്നൊരു മുട്ടായിയോ ലഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഡിഫറൻറ്റാണ്. ആ സക്സസിൻ്റെ ടേസ്റ്റ് ഡിഫറൻറ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ സാറിന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഹാർഡ് വർക്ക് ബീറ്റ്സ് നെപ്പോട്ടിസം. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നെപ്പോട്ടിസം സാർ ഉദ്ദേശിച്ച വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്തോ ചിന്തിച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിന് സാർ വിടുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക, ബി അൺസ്റ്റോപ്പബിൾ ആയിരിക്കുക. അപ്പോൾ 98% എളുപ്പമായിരിക്കും. 2026 CBSE 10 എക്സാം വിൽ ബി ഈസി. എന്ത് ചെയ്താൽ, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നിങ്ങൾ നന്നായിട്ട് പണിയെടുത്താൽ, നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ബി അൺസ്റ്റോപ്പബിൾ ആൻഡ് ബി കറേജിയസ്. നമുക്ക് ഇനിയും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.